ക്രിസ്തുവിൻ്റെ ഒരു സെൻഡ് ഓഫ് വാക്കാണെന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. പോകുന്നതിന് തൊട്ട് മുമ്പ് ഏറ്റവും മനോഹരമായ ചില വാക്കുകൾ ക്രിസ്തു നൽകുന്നു. ഈ വാക്കുകളെന്ന് പറയുന്നതിനേക്കാളും നല്ലത് ഇതൊരു ഉറപ്പാണ്. ഞാൻ നിങ്ങൾക്ക് ഒരു സഹായകനെ നൽകും എന്നൊരു ഉറപ്പാണ്. നിങ്ങളെ ഞാൻ അനാഥരായി വിടുകയില്ല എന്നൊരു തിരിച്ചറിവാണ്. മനുഷ്യരാരും ഒറ്റയ്ക്കായിക്കൂടാ എന്ന് ദൈവത്തിന് പോലും ബോധ്യമുണ്ട് എന്ന് ഇന്നത്തെ സുവിശേഷം നമുക്ക് പറഞ്ഞു തരും. ആർക്കെങ്കിലും ആരുടെയെങ്കിലുമൊക്കെ സഹായമില്ലാതെ ഈ ഭൂമിയിൽ അങ്ങനെയൊന്നും ജീവിക്കാൻ പറ്റില്ല. അങ്ങനെ ഓർമ്മിപ്പിക്കുന്ന സുവിശേഷ ഭാഗമാണ് നമ്മളിന്ന് വായിച്ചു കേൾക്കുന്നത്. സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് ക്രിസ്തു അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് ഞാൻ ഒരു സഹായകനെ തരും. അവൻ നിങ്ങളെ നോക്കിക്കൊള്ളും. അവൻ നിങ്ങളെ വഴി നടത്തും. അവൻ നിങ്ങൾക്ക് ശരിയായ മാർഗം കാണിച്ചു തരും. ഇങ്ങനെ പരിശുദ്ധാത്മാവിൻ്റെ കൃത്യമായ സാന്നിധ്യത്തെ വളരെ ബോധ്യത്തോടു കൂടി ക്രിസ്തു എന്ന് പറയുന്നതാണ് നമ്മളിന്ന് വായിച്ചു കേൾക്കുന്നത്. എന്താണ് പരിശുദ്ധാത്മാവിൻ്റെ റോള്? കൃത്യമായി പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളും ഫലങ്ങളും മനസ്സിലാക്കുന്ന ഓരോരുത്തർക്കും അറിയാം, ഈ ഭൂമിയിൽ ജീവിതത്തിലെ എല്ലാ സാഹചര്യങ്ങളുടെയും പരിശുദ്ധാത്മാവിൻ്റെ സഹായം അത്യാവശ്യമാണ്. ആലോചിക്കുവാനും ചിന്തിക്കുവാനും ബുദ്ധിയുടെയും അറിവിൻ്റെയും കാര്യത്തിലും ദൈവഭയത്തിൻ്റെയൊക്കെ കാര്യത്തിൽ അക്കമിട്ട് പറയുന്ന എല്ലാ ദാനങ്ങളുടെയും ഫലങ്ങളിലും നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ നിലപാടുകളുമായി ബന്ധമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു മനുഷ്യൻ കടന്നു പോകുന്ന എന്തിനും ഒറ്റയ്ക്കൊരു തീരുമാനം സഹായകമാകില്ല എന്ന് ദൈവത്തിന് പോലും നന്നായിട്ടറിയാം. അതുകൊണ്ടാണ് ദൈവപുത്രൻ പറഞ്ഞത്, നിങ്ങൾക്ക് ഞാനൊരു സഹായകനെ നൽകും. അവൻ വന്നതിന് ശേഷം നിങ്ങൾ കൂടുതൽ ശക്തി പ്രാപിക്കും. അതാണല്ലോ നമ്മൾ അപ്പോസ്തലന്മാരുടെ ജീവിതത്തിലും കണ്ടത്. പരിശുദ്ധാത്മാവ് വന്നതിന് ശേഷം ഭയത്തോടെ ഇരുന്നവർ അവർ ധീരരായി മാറി. ധൈര്യമില്ലാതെ ഒളിച്ചിരുന്നവർ പുറത്തു വന്നു. അങ്ങനെ വാളിൻ്റെ മുമ്പിൽ പോലും സുവിശേഷം പ്രസംഗിക്കാൻ ധൈര്യം കാണിച്ച ശിഷ്യന്മാരെയാണ് പിന്നീട് നമ്മൾ കണ്ടത്. പരിശുദ്ധാത്മാവ് ഒരു സഹായകനാണ്. ഈ ഭൂമിയിൽ എങ്ങനെ മുന്നോട്ട് പോകണമെന്നും ശക്തി പകരണമെന്നും കൃത്യമായി വെളിച്ചം തരുന്ന ഒരു സഹായകൻ. ആ സഹായകൻ നമ്മോട് കൂടെയുള്ളപ്പോൾ നമ്മുടെ ജീവിതം കുറച്ചും കൂടി വെളിച്ചമുണ്ടാകും. അതുകൊണ്ട് പരിശുദ്ധാത്മാവിനോട് കുറച്ചും കൂടി ആഴത്തിൽ ഇനി പ്രാർത്ഥിക്കണമെന്ന് തോന്നുന്നു. കാര്യം പുത്രൻ നൽകിയ പരിശുദ്ധാത്മാവ് നമുക്കും ജീവൻ നൽകും. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.